ഈ മലപ്പുറത്ത് കിടന്ന ഒരു പ്രസംഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ ഒറ്റ ഒന്ന് സത്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തിൽ ഇനേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു ഉണ്ട്. അതിന് വല്ല സനദും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടില്ല, പോകാമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ ഷഅർ മുബാറക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ എനിക്ക് ഷഅർ മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടെ SYSന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനവറുകളോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഷഅർ മുബാറക്ക് ഉണ്ട്, അതിൻ്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറിന്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത്, അതഅ്ദനുലി അൻ ഉഖബ്ബിലഹു, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു, അൽഫമറ, 1000 വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷഅർ മുബാറക്ക് ചുംബനം ചെയ്തു. അതിനുശേഷം അവിടെ വന്ന അയൽമീകൾ, ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വന്ന പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഉമർ അൽ ജീലാനി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പണ്ഡിതൻ, അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നു, നിങ്ങളെടുക്ക് ഷഅർ മുബാറക്ക് ഉണ്ട് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതെവിടെ? അത് കാണിച്ചു കൊടുത്തു. അതിൻ്റെ സനദ് കാണിച്ചു കൊടുത്തു.
അപ്പോൾ അദ്ദേഹം തന്നെ ഹബീബ് അലി ജിബ്രിയെ വിളിച്ചു, ബഹ്റൈനിൽ നിന്ന് ഉലമാക്കളെ വിളിച്ചു. എല്ലാ ഉലമാക്കളും വന്ന് സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം നേരം വെളുക്കുന്നത് വരെ ആ ഷേഖ് മുബാറക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അവർ നിർവഹിച്ചു. എന്നിട്ട് ആ ഷേഖ് മുബാറക്ക് ചുംബനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും അതിന്റെ സനദ് നോക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അവരുടെ അറിവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിപൂർണമായ സനദോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ ഷഹർ മുബാറക്ക്. ഈ പറയുന്ന ആളുകളോട് അത് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അവരോട് ചെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു ക്ഷണവും കൊടുത്തിട്ടില്ല. എന്നൊരിക്കൽ ഷഹർ മുബാറക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. നാം അത് വിളംബരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ അവിടുത്തെ തലയിലെ മുടി കറയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 1,40,000-ൽ വരുന്ന സഹാബികൾക്കിടയിൽ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഅത്താബിഈകൾ സൂക്ഷിച്ചു, അങ്ങനെ ആരിഫീങ്ങൾ സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടെ സൂക്ഷിച്ചു. അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷഹർ മുബാറക്ക്.